നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, എല്ലാത്തിനും കാരണം ശ്രുതി എന്ന് പറയുന്നവളല്ലേ, അവള് കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. രേവതി പറഞ്ഞു, അത് ശരിയാ, ശ്രുതിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേങ്കിൽ അവൾ ഇത്രയ്ക്ക് വലിയ ചതിയൊന്നും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തുമല്ലേ ചെയ്തുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു. ആ സമയത്താണ് രവീന്ദ്രൻ അവിടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് വെച്ചാൽ എന്താ രണ്ടുപേരും കൂടെ? അച്ഛാ, അത് പിന്നെ ഞങ്ങള് ശ്രുതിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്റെ മോനെ, ഇങ്ങനെ ഒരു ചതി അവളിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്തില്ലല്ലോ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അവള് പക്ക ഫ്രോഡാച്ച, അതുകൊണ്ട് എങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും വലിയൊരു ചതി കുടുംബത്തോട് ചെയ്യുവോ? അതും സ്വന്തം ഭർത്താവ് പോലും അറിയത്തില്ലാതെ. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നായിരുന്നാലും അവള് സുധിയുടെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. അവള് കള്ളത്തരമൊക്കെ കാണിച്ചു, പക്ഷെ അവൾ ഇപ്പോഴും സുധിയുടെ ഭാര്യയാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതി പറഞ്ഞു, അല്ല അതിന് സുധി ഇനിയിപ്പം അവളെ ഇങ്ങോട്ട് തിരികെ വിളിച്ചുകൊണ്ടായിട്ട് സമ്മതിക്കുമോ? രവീന്ദ്രൻ പറഞ്ഞു, അതിനുള്ള വഴി കുറവാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല ശ്രുതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടാവുമെന്ന്. അതിപ്പോ ആരാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അത് മാത്രല്ല, ഇപ്പൊ അവള് കോടീശ്വരപുത്രിയൊന്നും അല്ലാന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ചന്ദ്ര അവളെ ഇറക്കി വിട്ടിരിക്കുന്നത്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം പണമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടാനായിട്ട് അതൊന്നും നടക്കുന്ന കാര്യമില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ഇറക്കി വിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും അതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് വന്ന് ചന്ദ്രമതി പറഞ്ഞു, ഇത്ര സമയം ഇതിനെക്കുറിച്ച് പറയാത്ത എന്താന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. ഇതേ രവിയേട്ട, ഒരു കാര്യം ഞാൻ പറയാട്ടോ. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരത്തില്ല. സുധീവായിട്ടുള്ള ബന്ധം അതിനി വേണ്ടാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ, നീ ചെയ്യുന്നത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രവിയേട്ടൻ അറിയാലോ അവളെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചെന്ന്. അവളെ ഞാൻ തലയെ കയറ്റി വെച്ചോണ്ടാ നടന്നുകൊണ്ടിരുന്നേ. എന്നിട്ട് ഒടുവിൽ അവളെ എനിക്കിട്ട് തന്നെ പണി തന്നില്ലേ? ചന്ദ്രേ, ഇതിനു മുമ്പ് നീ അവളെ ഇറക്കി വിട്ടായിരുന്നു. ഒടുവിൽ നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നു. അവളുടെ അച്ഛൻ വലിയ കോടീശ്വരനാന്നൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്ന. ഇപ്പം വീണ്ടും നീ അവളെ ഇറക്കി വിട്ടു. ചന്ദ്രമതി പറഞ്ഞു, അതെ, ഇനിയിപ്പൊ അവളെ ഇറക്കി വിട്ടിട്ട് ഞാൻ ഇനി അവളെ തിരിച്ചു കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവളെ പോലുള്ള ഒരുത്തി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് കയറ്റില്ല. അതിനാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചോരപ്പുഴ തന്നെ ഒഴുകുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഓ, എന്തൊക്കെയായിരുന്നു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഞാൻ അവളെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമോൾ അവള്. അപ്പൊ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് എനിക്കും അവകാശമുണ്ട്. ഇനി സുധീവായിട്ട് അവൾക്കൊരു ജീവിതം വേണ്ട. എന്റെ മോന്റെ ജീവിതം തകർത്തവൾ അവള്. അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവളെ ഇനി ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുമെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ, ചന്ദ്രമതി കട്ട കലിപ്പില്ല. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രയുടെ തലയിലേക്ക് കയറുമെന്ന് തോന്നില്ല. സച്ചി പറഞ്ഞു, അത് ശരിയാ അച്ഛാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സുധി ഉണ്ടല്ലോ, സുധിക്ക് വിളിച്ചോണ്ട് വരണം തോന്നിയിട്ടുണ്ടെങ്കിൽ സുധി വിളിച്ചോണ്ട് വരില്ലേ? രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവളെ ഇറക്കി വിടുന്ന സമയത്ത് ചന്ദ്രമതി കയ്യെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്തിട്ട് സുധി ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. കാരണം അവനറിയാം അവള് തെറ്റാ ചെയ്തെന്നുള്ള. അതുകൊണ്ടാണ് അവനൊന്നും മിണ്ടാതെ നിന്നേന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും, നോക്കാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ രവീന്ദ്രനും പറഞ്ഞു. ഇതേ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നു. മീര വന്നിട്ട് പറഞ്ഞു, നീ വന്ന് ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞു. ശ്രുതി അനങ്ങാതിരിക്കുകയാണ്. എടി, നീ പട്ടിണി കിടന്നുകൊണ്ട് എന്താവാനായിട്ടാ? നിന്നെ അങ്ങോട്ട് തിരികെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ശ്രുതി പറഞ്ഞു, ആര് പട്ടിണി കിടക്കുന്നത്? ഞാൻ പട്ടിണി ഒന്നും കിടക്കത്തില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ശ്രുതി മീരയോട് ചോദിച്ചു, അല്ല ഇപ്പൊ ശ്രുതി കഴിച്ച് കാണുവോ? അതെന്താ? അല്ല, അവനും കഴിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവന്റെ കാര്യമായതുകൊണ്ട്. പിന്നെ അവൻ എന്താണെങ്കിലും കഴിക്കാതിരിക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അവനെ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം അവൻ പാവ ആള്. അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അവന് വേണ്ടിയിട്ട് എന്ത് ത്യജിക്കാനായിട്ട് ഞാൻ തയ്യാറാ. എടി, അവൻ അത്ര പാവമാണെങ്കിൽ നിന്നെ വിളിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നില്ല നിന്നെ വിളിക്കുന്നു. ഇല്ല, ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും എന്നെ തിരികെ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ വിളിക്കുമ്പോഴും ഇത്രയും വലിയ ചതി ചെയ്ത് നിന്നെ അവൻ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നോട് ദേഷ്യമായിരിക്കും അവന്. ഇതൊക്കെ മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ പിന്നെ ഇനി വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടി, അങ്ങനെയൊന്നും പറയരുത് മീരെ. എനിക്കറിയാം
എനിക്കെന്നെ ശ്രുതി അറിയാം. ശ്രുതിക്ക് എന്നെ തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്കും അവനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനും പറ്റില്ല. ഞാൻ അത്രയധികം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയെങ്കിൽ നമുക്ക് നോക്കാം, അവൻ തിരിച്ചു വിളിക്കുമെന്ന് നോക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്നു. രേവതി വന്നിട്ട് പറഞ്ഞു, സച്ചേട്ട വാ, ആഹാരം കഴിക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പോ വേണ്ട എന്ന് പറഞ്ഞു. വേണ്ടേ, പിന്നെന്താ? അതെ, ഇപ്പൊ വേണ്ട, കഴിക്കാനായിട്ടൊരു മൂഡ് തോന്നില്ല. എന്റെ സച്ചേട്ട, ഇങ്ങനെ ഇരുന്നോണ്ട് എന്തേലും ആകുമോ? എന്നാലും എന്റെ രേവതി, ഇത്രമാത്രം കാര്യങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ എന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, പോട്ടെ സച്ചേട്ട, ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് വിളിക്കുന്നത്. അവനാണല്ലോ വിളിക്കുന്നത്. ഇനി എന്താ? ഇനിയിപ്പോ അവര് തമ്മില് പോയ സമയത്ത് റിസോർട്ടിൽ വെച്ച പല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായോ വർഷയായിട്ട്? അത് ശരിയാ, ചിലപ്പോ കോംപ്രമൈസിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് വർഷയുടെ കോളും വന്നു. ഇത് വർഷയും വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അടി തന്നെ. ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടന് ശ്രീകാന്തിന്റെ കോൾ എടുക്കുക, ഞാൻ അങ്ങോട്ട് മാറിപ്പോയി എന്നിട്ട് വർഷയുടെ കോൾ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വർഷയുടെ ശ്രീകാന്തിന്റെ കോൾ എടുക്കുകയാണ്. അപ്പൊ ശ്രീകാന്തിനോട് സച്ചു ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കാൻ? അയ്യോ, ഒരു കാര്യമില്ല, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടെ സുഖം, നീ ഇതിപ്പോടാ? അതെ, ഞാൻ റിസോർട്ടിന്റെ പുറത്തേക്ക് വന്നിരിക്കുക. എടാ, വർഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പ്രശ്നമില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതി വർഷയോട് ചോദിച്ചു, പക്ഷെ നീ ശ്രീകാന്തുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പ്രശ്നവും ഇല്ല, വെറുതെ ഒന്ന് വിളിച്ച് സംസാരിക്കാന്ന് കരുതി വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോഴാണ് രേവതിക്ക് സന്തോഷമായത്. ആ സമയം ശ്രീകാന്ത് സച്ചിയോട് ചോദിച്ചു, സച്ചേട്ടാ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അതെന്താ? പിന്നീട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ദൈവമേ, എന്നാലും ഇത്രയ്ക്ക് ഫ്രോഡായിരുന്നു അവര്. നമ്മുടെ കുടുംബത്തെ മുഴുവൻ ചതിക്കുമായിരുന്നില്ലേ? കഷ്ടമുണ്ട്. എന്നിട്ടോ ഇതൊന്നും അറിയില്ല നമ്മളെല്ലാരും അവര് പറയുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നല്ലേന്ന് ചോദിച്ചു. രേവതിയും വർഷയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ദൈവമേ, ശ്രുതിയടുത്ത് ഇത്രയും വലിയൊരു ചതി ചെയ്യോ? എല്ലാവരുടെ മുന്നിൽ എന്തൊരു വലിയ അഭിനയമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വർഷയ്ക്കും. കാരണം ഇത്രയും വലിയ ഒരു കള്ളത്തരം പറഞ്ഞ് ഇത്രയും കല വീട്ടിൽ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ഒരു ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരാട്ടാന്ന് പറഞ്ഞു. വേണ്ട, നീ വന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, നിങ്ങൾ അവിടെ അടിച്ചു പൊളിക്ക്, ഉള്ള സമാധാനം നിങ്ങളുടെ കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി കോഡ് കട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി സുധിയുടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയത്ത് സുധിയാണെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. എന്ത് ചെയ്യണം പോലും സുധിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സച്ചി എന്നിട്ട്, എന്താ സുധി, നിനക്കിത് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. സുധി ഒന്നും മിണ്ടിയില്ല. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? കുഞ്ഞുനാളിലെ മുതല് നിനക്കറിയാലോ, ഈ പറയുന്ന ഞാൻ നീയും തമ്മിൽ സംസാരിച്ചിരിക്കുവാണെങ്കിൽ അപ്പൊ തന്നെ അമ്മ അങ്ങോട്ടേക്ക് വരും. അമ്മ വന്നിട്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. അവനുമായിട്ട് സംസാരിക്കണ്ട, ചീത്തയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ലായിരുന്നു. എനിക്കറിയാം. പക്ഷെ പിന്നീട് ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. പക്ഷെ ഞാനത് ആരോട് പറയാൻ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നിനക്ക് വന്ന വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ശരി, നിനക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അത് സങ്കടമാണെന്ന് തന്നെയാവും. അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലട സച്ചി. അവളെ ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചു, അത്രയധികം സ്നേഹിച്ചു. സച്ചി പറഞ്ഞു, എനിക്ക് പാർലടുത്തിലെ കാര്യം ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ 1 വർഷം കഴിഞ്ഞില്ലേ? ഇതുവരെയായിട്ടും നീ അവളെ ഒന്നും ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ല. അതാ നീ ചെയ്ത തെറ്റ്. പല കാര്യങ്ങളും നീ കണ്ണടച്ചു വിട്ടു. അതങ്ങനെ പാടില്ലായിരുന്നു. എനിക്ക് മനസ്സിനോട് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. സുധി പറഞ്ഞു, എടാ, ഇങ്ങനെയുള്ള ചിന്തകള് അവളുടെ മനസ്സിലുണ്ടാവുന്ന ഞാനെന്നല്ല ഒരു ഭർത്താവും ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവൾ മാക്സിമം എന്നെ കരുവാക്കി, എന്നിട്ടും എന്നെ ചതിച്ചു. ഇതെങ്ങനെ എനിക്ക് പൊറുക്കാൻ പറ്റും? ഇതൊക്കെ ഓർത്ത് കഴിയുമ്പത്തിന് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, കരയല്ലേടാ, നിനക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ താങ്ങി നിർത്താൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഒന്നുമല്ലേലും ഞാൻ നിന്റെ ചോരയല്ലേ? നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടാതിരിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഒടുവിൽ സുധി സച്ചിയുടെ നെഞ്ചിലേക്ക് വീഴുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. സുധിയെ ആശ്വസിപ്പിക്കുകയാണ് സച്ചി. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.